കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന് തുടക്കമായി. കോഴിക്കോട് ബീച്ചിൽ ഫെബ്രുവരി 1 വരെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. 21 തരം ഡിസബിലിറ്റി വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചേർന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനും മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദിനുമൊപ്പമാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഭിന്നശേഷിക്കാരെ സഹതാപത്തോടെ കാണുന്ന കാഴ്ചപ്പാട് തിരുത്തുകയും പുതിയ സാമൂഹിക ക്രമം രൂപപ്പെടുത്തുകയുമാണ് കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ ലക്ഷ്യമിടുന്നത്. ഉൾച്ചേർക്കപ്പെട്ട ഒരു സമൂഹത്തിലേക്ക് എന്ന പ്രമേയവുമായാണ് 4 ദിവസങ്ങളിലായി ഫെസ്റ്റിവൽ നടക്കുന്നത്. ഡിസബിലിറ്റി മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ കൂട്ടായ്മകളിലൊന്നാണ് ഈ മേളയെന്ന് ഇവന്റ് കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൽ ഹക്കീം പറയുന്നു. ഞങ്ങൾ ഒരുപാട് സംവാദങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ ഡിസബിലിറ്റി എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്ന് തീരുമാനിച്ചിട്ട് പോലും ആ പദം തന്നെ വേണമെന്നാവശ്യപ്പെട്ടത് അത് അനുഭവിക്കുന്നവരാണ്. അവർ പറഞ്ഞത് എന്താ, നിങ്ങൾ ഭിന്നശേഷിക്കാരെന്ന് ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങളുടെ പ്രശ്നം എങ്ങനെ തീരും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഭിന്ന സാമ്പത്തിക ശേഷിക്കാരെന്ന് പേരിട്ടാൽ ദരിദ്രരുടെ പ്രശ്നം തീരുമോ? ഞങ്ങൾ ഡിസബിലിറ്റി എന്നത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഒരു ടെർമിനോളജിയാണ്. ഇപ്പോഴും ഡിസബിലിറ്റി റൈറ്റ്സ് കമ്മീഷനാണ്, ഇപ്പോഴും ഡിസബിലിറ്റി റൂളാണ്, ഇൻ്റർനാഷണൽ ഡിസബിലിറ്റി ഡേ ആണ്, ഒക്കെ അതേ ടേമാണ്. സാമൂഹിക സന്നദ്ധ സംഘടനയായ തണലും കേരളത്തിലെ 30-ലധികം ഡിസബിലിറ്റി സംഘടനകളും സംയുക്ത നേതൃത്വത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത്. മേളയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. 30ഓളം അക്കാദമിക് സെഷനുകൾ, കലാസാംസ്കാരിക പരിപാടികൾ, ഹ്യൂമൻ ലൈബ്രറി, പുസ്തക പ്രകാശനങ്ങൾ, ഫ്ലീ മാർക്കറ്റ്, ലിസണിംഗ് സർക്കിൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.